ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതങ്ങളെയും ഒന്നുപോലെ വിമർശിക്കണം എന്നാണല്ലോ പൊതുവെ മറ്റുള്ളവർ പറയാറുള്ളത്. എന്നാൽ മാത്രമേ ഒരു യുക്തിവാദിയാകൂ എന്ന് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് അത്തരം ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇക്കായും അതുപോലെ തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്? ഒന്നുകിൽ നിങ്ങളുടെ നിലനിൽപ്പതിലാണ്, നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇസ്ലാം മത വിമർശനം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം അല്ലാത്ത ആളുകളെ ഭയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ പ്രീണിപ്പിച്ച് എന്തൊക്കെയോ നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഈ 3 പോയിന്റുകളെയും ഒറ്റയടിക്ക് ഖണ്ഡിക്കാൻ എളുപ്പമാണ്. എത്രയോ ഭേദമാണ് ഇവരെക്കാൾ മറ്റുള്ളവർ. ഇപ്പോ ഇസ്ലാം മതത്തെ വിമർശിക്കാനാണ് അപാരമായ ധൈര്യം അനിവാര്യമാകേണ്ടത്. മറ്റു മതങ്ങളെ വിമർശിച്ചാലൊന്നും ഇപ്പോ ഹൈന്ദവ മതത്തെ നിന്നിച്ചെന്ന് പോയി കറിഞ്ഞ് ആരും കൊന്നിട്ടില്ല. ക്രൈസ്തവ മതത്തെ ഇപ്പൊ ബൈബിൾ തന്നെ കത്തിച്ചില്ലേ നമ്മുടെ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന കാസർഗോഡുകാരൻ? ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മുഹമ്മദ് എന്ന് ഒന്ന് ചോദ്യപേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ കൈയും കാലും ഭാര്യയും ജോലിയും, നമുക്കറിയാം ജോസഫ് മാഷ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ എല്ലാവർക്കും ഭയമാണ്. അത്രയും ഭയം ഹിന്ദു ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുമ്പോൾ വേണ്ട. ഒന്നതാണ് ഉത്തരം. 2, നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മുസ്ലിങ്ങളെ വിമർശിച്ചാൽ മാത്രമേ ഇവിടെ യുക്തിവാദികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നാണോ? നമ്മുടെ മതത്തിൽ വിവരക്കേടുകളും യുക്തിരാഹിത്യങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും പൊതുവെ എമ്പാടും വിവരക്കേടുകളും അബദ്ധങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ വിമർശിക്കുന്നത്? ഇതൊന്നുമില്ലാത്ത പത്തരമാറ്റ് തനി തങ്കമാണ് ഇസ്ലാമെങ്കിൽ എന്തിനാ വിമർശിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ. 2, ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിമർശനങ്ങളെ എല്ലാ രൂപത്തിലും സ്വാഗതം ചെയ്യാൻ കഴിയണം. ഇപ്പോ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു MLA ഹൈന്ദവ മതത്തെ വിമർശിച്ചു. ആരും അയാളെ കൊന്നില്ല. ആരും അയാളുടെ കൈവെട്ടാനോ കാല് വെട്ടാനോ തല വെട്ടാനോ ആഹ്വാനം ചെയ്തില്ല. ഈ ബാലചന്ദ്രന് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇസ്ലാമിനെ വിമർശിക്കാൻ പോട്ടെ, ഇസ്ലാം മത പുരോഹിതരുടെ വഷളുകളും അബദ്ധങ്ങളും സെക്സ് കഥകളും എമ്പാടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു വാക്ക് ഒന്ന് വിമർശിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? വോട്ട് ബാങ്കാണ് നമ്മുടെ ലക്ഷ്യം. മുസ്ലിങ്ങളെ എപ്പോഴും നമ്മൾ പ്രീണിപ്പിച്ചു നിർത്തണം, എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. പിന്നെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദിയെ ഉൾക്കൊള്ളാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കഴിയുന്നുണ്ട്. കൊടിത്തോട്ടം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടും കേട്ടുമുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് കൊല്ലം കണ്ടതുപോലെയുള്ള ഒരു പരിചയമുണ്ട്. ഞാൻ ക്രൈസ്തവ മതത്തെ വിമർശിച്ചാലോ ബൈബിളിനെ വിമർശിച്ചാലോ ഒരിക്കലും കൊടിത്തോട്ടം നാളെ എൻ്റെ സുഹൃത്തല്ലാതാകില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൽ സുഹൃത്താണ്. ഞാൻ ക്രൈസ്തവരെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും എൻ്റെ സുഹൃത്തല്ലാതാകില്ല. അനിലയ്യപ്പൻ എൻ്റെ സുഹൃത്താണ്. അപ്പൊ അവരുടെ മതത്തെയോ വിശ്വാസങ്ങളെയോ ഞാൻ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും എൻ്റെ സൗഹൃദം ഇല്ലാതാകില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ഹിന്ദുമതം, ഇപ്പോൾ ചിദാനന്ദപുരിയാണല്ലോ ഹൈന്ദവ മതത്തിന്റെ ആചാര്യനായിട്ടൊക്കെ അറിയപ്പെടുന്ന വ്യക്തി. എൻ്റെ ഗുരു കൂടിയാണ്. ഒരിക്കലും ഞാൻ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഈ ഹൈന്ദവ മത ഗ്രന്ഥങ്ങളെയോ വിമർശിച്ചാൽ ഒരിക്കലും അദ്ദേഹം നാളെ ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കില്ല, എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്യില്ല. ഇപ്പൊ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരാരും നാളെ എൻ്റെ കൈ വെട്ടാനോ തല വെട്ടാനോ കാല് വെട്ടാനോ എന്നെ ജയിലിൽ അടയ്ക്കണമെന്നോ നാട് കടത്തണമെന്നോ കൊല്ലണമെന്നോ പറഞ്ഞ് ആഹ്വാനം ചെയ്യില്ല. ഇതിപ്പോ ഏകപക്ഷീയമാണ്. ഇസ്ലാം മതത്തെ മാത്രം പ്രീണിപ്പിച്ച് നിർത്തുക എന്ന നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമാണ് മറ്റെല്ലാ മതങ്ങളെയും ഇവര് വളരെ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യുമെങ്കിലും ഇസ്ലാം മതത്തോട് അവർക്ക് അഭേദ്യമായ ഒരു പ്രീണന നയമുണ്ട്. ഇത് ആർക്കാ അറിയാത്തത്? എല്ലാവർക്കും അറിയാമെന്നേ. അതുകൊണ്ട്
ഒരു യുവാവ് ശക്തമായ ഭാഷയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ അർത്ഥവത്തായ ചോദ്യമാണ്, കേൾക്കാം. നമസ്കാരം, ശ്രീധരാജാണ്. തൃശ്ശൂരിന്റെ MLA പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചേട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പുറത്തേക്ക് കൊണ്ടുവന്ന് ചേട്ടത്തിൽ സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കരവെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമന് വട്ടം കറക്കി വഴി തെറ്റിച്ചു. നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ്. സീത പറഞ്ഞു, തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. എട്ടുമുട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. കണ്ടല്ല, എത്ര എത്ര ആർജവത്തോടെയും എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിനെയും സീതാദേവിനെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചങ്കുറ്റത്തോടെയാണ് പറയണത്. ഈ ചങ്കുറ്റം വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കളുടെ നട്ടെല്ലും വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്ക് ഞാൻ ഒരിക്കലും ഹൈന്ദവ മത വിശ്വാസിയല്ല. പക്ഷേ ഇപ്പോ എനിക്ക് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത്. ഹൈന്ദവ ധർമ്മങ്ങളെ കുറിച്ച് അറിയില്ല. അതുപോലെ ക്രൈസ്തവ ബൈബിളിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. വിമർശിക്കാൻ നല്ല പരിജ്ഞാനം വേണമല്ലോ. പക്ഷേ ഇദ്ദേഹം രാമനെ കുറിച്ചും സീതയെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരാളാണ് എന്ന് ധരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നും വിചാരിക്കാം. എന്നാൽ ഇതേപോലെ ഒരു ഇസ്ലാം മത ദർശനത്തെ എതിർക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. ഒന്നും വേണ്ട, ഒന്നും പഠിക്കാതെ തന്നെ എതിർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടാലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അങ്ങനെ പുരുഷ ഹോർമോൺ അയാളോട് ഈ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാൻ പറയണം, അതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന്റെ കുഴപ്പമാണ് ഉസ്താദുമാർ പോലും മദ്രസകളിൽ കുഞ്ഞിനെ കയറി പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ പറ്റുമോ എന്തെങ്കിലും ഒന്ന് പറയാൻ? ഇല്ല. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴും അവളുടെ ഭർത്താവ് അവളെ ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ അവൾ പോകണ്ടവളാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് EP അബൂബക്കർ കാസിമി പ്രസംഗിച്ചു. ഒന്ന് എതിർക്കാമോ? ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരനല്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഹമാസ് ഭീകരനെ കേരളത്തിൽ കൊണ്ടുവന്ന് വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച ലീഗിനെതിരെ സംസാരിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമോ? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലേ? മതഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയില്ല. ശരി, വേണ്ട, വിമർശിക്കണ്ട. തട്ടത്തിൽ പിടിച്ചു വലിച്ച അനിൽകുമാറിന്റെ ഒക്കെ വിഷയം നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ആളും തരവും നോക്കി മാത്രമാണ് ഇവരുടെ പ്രതികരണങ്ങൾ. പ്രതികരിക്കുകയാണ് ആൾക്കാരൊക്കെ. വർഗീയവാദികളും ചാണകമെന്നും സംഖ്യയെന്നും വിളിക്കാൻ നേരത്ത് അത് പേടിച്ചിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി വിശ്വാസമുള്ള കുറെ ആളുകളുണ്ടല്ലോ, മിണ്ടാതിരിക്കണം. അവന്മാരൊക്കെ ഇനിയും ഇലക്ഷന് നിൽക്കാൻ നേരത്ത് ഈ അരിവാഴ്ചിത്തിയ നക്ഷത്രത്തെ കുത്തോന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചങ്കുറ്റത്തോടെ ഇതിനെതിരെ പ്രതികരിക്കണവരാ ഇവന്മാര് വർഗീയവാദികളെന്നും ചാണകമെന്നും വിളിക്കുമ്പോ അപ്പുറത്ത് നിന്ന് മാറിയിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞു നടന്ന അമ്പലത്തിൽ പോയി വിശ്വസിക്കണ കുറെ ഉണ്ടല്ലോ, അവന്മാര് മിണ്ടാതിരിക്കുന്ന കാര്യം. നമ്മുടെ നാട്ടില് പൊതുവെ ആരാണോ സത്യം തുറന്നു പറയുന്നത്, പ്രത്യേകിച്ച് കേരള സംസ്ഥാന സർക്കാരിന്റെ പല തരത്തിലുള്ള അരാജകത്വ ഭരണത്തെ കുറിച്ചിട്ടായിരുന്നാലും, ഇനി ഭരണകൂട വേട്ടയെ സംബന്ധിച്ചിട്ടാണെങ്കിലും, മുസ്ലിം പ്രീണനത്തെ കുറിച്ചിട്ടാണെങ്കിലും, ആര് പറഞ്ഞാലും അവരെ പിടിച്ച് സംഖ്യയാക്കാം. ഇവരങ്ങ് നമുക്കങ്ങ് ഒരു ചാപ്പ കുത്തിത്തരികയാണ്. അതോടുകൂടി സംഖ്യ, ശരി, ചാണകം അവര് പേടിക്കും. ഇനി അവര് വിമർശിക്കില്ല. അതൊക്കെ കഴിഞ്ഞു പോയില്ല. അതൊക്കെ പഴയ അടവുകളല്ലേ. ഇന്ന് ശരി, ഞാൻ സംഖ്യയാണ്, ഞാൻ ചാണകമാണെന്ന് പറഞ്ഞു തന്നെ ആളുകൾ മുന്നോട്ട് വരികയല്ലേ. അപ്പോൾ ആ പഴയ കുപ്പിയിലെ ഇപ്പോ അത് വേവത്തില്ല. ശരി, ഈ അഹങ്കാരം ഇങ്ങനെ കയറി ഇതുപോലത്തെ പോസ്റ്റുകൾ ഉണ്ടാവും. ഇനിയും നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം. ആരെയും വാലാട്ടി അവരെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെയൊക്കെ വിശ്വാസത്തെ നിമിഷ നേരം കൊണ്ടാണ് അവർ ഇല്ലാതാക്കുന്നത്. ഇത് വേറെ വല്ല മതത്തിൽപ്പെട്ട അവരെ ദൈവങ്ങൾ എന്ന് പറയണമെങ്കിൽ പറയൂല, പറഞ്ഞാൽ തല ഉണ്ടാവൂല, കൈ ഉണ്ടാവൂല. ആ അവസ്ഥയാണ്. അതായത് തൃശ്ശൂരിൽ നല്ല നട്ടലുള്ള ആൺകുട്ടികൾ ഉണ്ടെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ബാലചന്ദ്ര സാറ് ഇതുപോലെ സാറ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ പേരാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതുപോലെ അധിക്ഷേപിക്കാൻ നേരത്ത് പഴയ പോലെ ഒന്നും ആളുകൾ നോക്കിയിരിക്കാൻ എന്ന് നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത്. പ്രതികരണം ഏതായാലും ഉണ്ടാകും. ഏതായാലും ഫസ്റ്റ് പ്രതികരണം വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ എല്ലാവർക്കും ആരും വിഷമിക്കരുത്, ഞാൻ നിർവ്വനാദ്യം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിന് പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ആൾക്കാരെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ആവശ്യമില്ലാണ്ട് ശ്രീരാമസ്വാമിയുടെ സീതയുടെയും പേരിൽ അനാവശ്യ കഥകളൊക്കെ ഉണ്ടാക്കി പോസ്റ്റ് ഇറക്കിയിട്ട് അത് കണ്ട് കുറെ പേര് രസിച്ച് സന്തോഷിച്ചിരുന്നു. അവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് ഇപ്പൊ കുറച്ചുപേര് പ്രതികരിച്ചപ്പോ
ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം അധിക്ഷേപിക്കാൻ നിങ്ങൾ ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീരാമസ്വാമിനെ സീതാദേവിനെയൊക്കെ വിശ്വാസമുള്ളവരാണെന്ന് അറിയാത്തവരൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെ സന്തോഷത്തിന് വേണ്ടി, ഹിന്ദുക്കൾക്ക് എതിരെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കൂല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് പോസ്റ്റ് ഇട്ടത്. അത്രയ്ക്ക് മണ്ടറൊന്നുമല്ല നിങ്ങൾ. ഇപ്പൊ നിർവ്യാജം ഖേദിക്കുന്നു. തൃശ്ശൂരുകാരെ, നിങ്ങളൊക്കെ ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മൾക്കൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ജനപ്രതിനിധികൾ വരെ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട് പോസ്റ്റ് ശക്തമായ രൂപത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണം. എന്നാൽ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറയും, ഒന്നും വേണ്ട. ഇപ്പോ തട്ടം ഊരിപ്പിച്ചത് നമ്മളാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ അനിൽകുമാർ. ഉടനെ മാപ്പും പോയിട്ട് വന്നില്ലേ, തട്ടത്തിൽ പിടിച്ചു വലിച്ചു. അതൊരിക്കലും അവരുടെ പാർട്ടി തന്നെ ക്ഷമിച്ചു കൊടുക്കില്ല. മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് മാത്രം പ്രതീക്ഷിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരും അനുയായികളും ഇസ്ലാം മതത്തെ തൊട്ടു നോക്കുമോ? നന്ദി.